ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ ഇന്നത്തെ വിശേഷം ഡിലേ ആണ്, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഇന്നലത്തെ പ്രമോ വിശേഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ അടിപൊളി വിശേഷമാണ്. പിന്നെ ഞാൻ ഇന്നത്തെ വിശേഷത്തിൽ കുറച്ച് ഭാഗം കൂടെ ഇതിൽ പറയാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് ഭാഗം കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്, പറഞ്ഞു ബോറാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ശിവനും രാജീവനും കൂടി നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. എങ്ങോട്ടേക്കാ? വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോഴത്തേക്കും കമല് ചോദിച്ചു, മകനെ കണ്ടോ? എന്തായി കാര്യങ്ങള് ശിവേട്ട? അവനെ കണ്ടോ? അവൻ എങ്ങനെയുണ്ട്? അവനെ പോലീസുകാരെല്ലാം കൂടി ഇടിച്ചൊരു പരിധിയാക്കിയല്ലേ എന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറഞ്ഞു, എങ്ങനെ ഇടിച്ച് പരിധിയാക്കാതെ ഇരിക്കും? അവൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു കമലെ, നീ അല്ലേടി അവനെ വളർത്തി വലുതാക്കിയത്. ഞാന് ചെറുപ്പം മുതലേ ആ ചെറുപ്പ കാലഘട്ടം മുതലേ തന്നെ കഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ പോയതല്ലേ. എന്നിട്ട് നീ വളർത്തി വലുതാക്കി. നീ ഇത്ര എത്തിയപ്പം അവനെ പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നിന്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് തന്നെയാ. കമലെ, മനുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് നിന്റെ കയ്യിലും കൂടെ കുഴപ്പം തന്നെയാണ്. എനിക്ക് ജോലി തിരക്ക് കാരണം, അല്ലെങ്കിൽ അവിടെ നിന്ന് വരാൻ പറ്റാത്തത് കാരണം പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥാനത്ത് നിന്ന്, അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടത് നീയായിരുന്നു. അപ്പൊ പിന്നെ നീയല്ലേ ഇതിനൊക്കെ ഉത്തരവാദി എന്ന്. ഇത് കേട്ടതും കമല, എന്റെ പൊന്നു ശിവേട്ട, എല്ലാരെ പോലെയും ശിവേട്ടനും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. പാവം എന്റെ മോന്, എനിക്ക് പറ്റണില്ല. അവന്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവൻ എന്ത് തെറ്റാ ചെയ്തത്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ രോഹിത അവനെ കൊണ്ടുപോയി ഈ വിധത്തിലാക്കിയത് രോഹിത് തന്നെയാ. രോഹിത്തിന്റെ കൂടെ കൂട്ടുകൂടരുതെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. ദേ, എന്തിനാ എന്റെ പൊന്നു കമലെ സ്വന്തം മകന്റെ കുറ്റം മറ്റുള്ളവരുടെ മേൽ ചുമത്തി വെക്കുന്നത്? രോഹിത്തിനെയും കുറ്റം പറയണ്ട, നീ വേറെ ആരെയും കുറ്റം പറയണ്ട. സ്വന്തം മകന്റെ കയ്യിലിരിപ്പ് തന്നെയാ. അതെ, രോഹിത്തിന്റെ കാമുകിയല്ലായിരുന്നു, അവന്റെ കാമുകിയായിരുന്നു. അവന്റെ കാമുകിനെ വിളിച്ചോണ്ട് പോയി 3-4 പേർക്ക് കാഴ്ച വെക്കാൻ. കേൾക്കുമ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ തൊലി ഉരിഞ്ഞു പോവുക. അവനിത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്? എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയെന്ന് നിനക്കറിയാലോ. ഇനി ആരുടെയൊക്കെ കൈയും കാലും പിടിക്കേണ്ടി വരുന്നൊന്നും എനിക്കറിയില്ല. ഈ നാറ്റ കേസിന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? കമലെ, നീ ഇനി നിന്റെ മകനെ സപ്പോർട്ട് ചെയ്യരുത്. നീ മാറിപ്പോകാൻ നോക്ക്. ഇനി ആ അലീന വിചാരിക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് നേരെയാകണമെങ്കിൽ. ഓ പിന്നെ അവള് വിചാരിച്ചാൽ എന്ത് നേരെയാകാനാ? അവള് വിചാരിച്ചാലൊന്നും പ്രത്യേകിച്ച് നേരെയാകാനൊന്നുമില്ല. അവളെ ഏതോ ഒരു DYSP അവള് കണ്ണും കൈയും കാണിച്ചപ്പോഴത്തേക്കും അവള് വെളിയിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു DYSP ഒന്നും അല്ല, കണ്ണും കൈയും കാണിച്ചിട്ടൊന്നും അല്ല, നല്ല പിടിബലം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ, നല്ല പ്രഷർ ഉണ്ടായിരുന്നു അങ്ങ് മേളിന്ന്. അതുകൊണ്ട് തന്നെയാ ഇപ്പൊ അലീന ഇപ്പം വീട്ടിൽ ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിലേ അവളും ഇപ്പൊ എന്തെങ്കിലും കേസിൽപ്പെട്ട് അകത്ത് കിടന്നേനെ, അല്ലെങ്കിൽ അവന്മാര് കിടത്തിയേനെ. പക്ഷെ അങ്ങനെ കിടക്കാത്തതിന് കാരണം എന്താണെന്നറിയാമോ? ആ പാലാരിവട്ടത്തുള്ള ഗ്രേസിയോ മാമച്ചനോ എന്നൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട്, അലീനയോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. അവര് കാരണമൊക്കെ തന്നെയാ. എടി, നീ ഒരു കാര്യം വിചാരിക്കണോടി, നീ ഒരു കാര്യം ഓർക്കണോടി. എപ്പോഴും നീ അലീനയെ കുറ്റം പറയുന്നുണ്ടല്ലോ. അലീന കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. അലീന കാരണമല്ല ഇതൊക്കെ സംഭവിച്ചത്, നിന്റെ മകൻ കാരണമാണ്. നിന്റെ മകൻ ഒറ്റയൊരുത്തൻ. അലീന വന്നായിരുന്നെങ്കിലും നടക്കാനുള്ളത് നടക്കൂടി. അവൻ വെറുതെ മറ്റുള്ളവരെ നാണം കെടുത്താനായിട്ട് ജന്മം പറഞ്ഞൊരു പൂത്രനായി പോയി. എന്ത് ചെയ്യാനാ? ജനിച്ചു പോയില്ലേ, കൊന്നുകളയാൻ പറ്റില്ലല്ലോ, മകനായി പോയില്ലേ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങ് പോയപ്പോഴത്തേക്കും രാജീവൻ നിൽക്കുക. അപ്പൊ രാജീവിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ കമല, അത് പിന്നെ രാജീവാ, വേണ്ട ഏടത്തി ഒന്നും പറയണ്ട. ഇനി എന്നും പറഞ്ഞിട്ടുണ്ട് ശരിയാവില്ല. ഏടത്തിയുടെയും കൂടെ കാരണം കൊണ്ട് തന്നെയാ അവൻ ഇങ്ങനെ വഴിപഴിച്ചു പോയത്. മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തേണ്ടത് പോലെ വളർത്തണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവനും അങ്ങ് പോയി. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കമല നിൽക്കുകയാണ്. എന്താണ്, ഒരമ്മ മനസ്സ് തന്നെയാണല്ലോ. മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സ്വന്തം മകൻ ജയിലിൽ പോകാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പം ഏതായാലും നമ്മുടെ കമല ഭയങ്കര വിഷമിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമോളെയും അലീനേനൊക്കെ തന്നെയാണ്. അങ്ങനെ അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഇന്നാണത്രേ അവിടെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം. അവര് ഇന്ന് കോടതിയിൽ ഹാജരാക്കി മിക്കവാറും ഇന്ന് തന്നെ ജയിലിലേക്ക് വിടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അയ്യോ, അപ്പൊ രോഹിത്തേട്ടൻ ജയിലിൽ പോവോ? അല്ല, പോകണ്ടേ മോളെ? നിന്റെ രോഹിത്തേട്ടൻ ചെയ്തത് വലിയൊരു മഹാപാവാ. നീ ഒന്ന് ഓർത്ത് നോക്കിയേ. നീയാണ് ആ ശരണ്യ എന്ന് പറയുന്ന കൊച്ചിന്റെ സ്ഥാനത്തെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർ ആരെങ്കിലും സഹിക്കുവോ? അതുകൊണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോട്ടെ, അവന്മാര് ജയിലിൽ പോട്ടെ. എങ്കിലും എന്തോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. ദേ, ആകപ്പാട് എന്റെ കുടുംബം മൊത്തം തകർന്നില്ലേ? എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു ഞാനിവിടെ കഴിഞ്ഞിരുന്നത്. എല്ലാം ഒരു നിമിഷം കൊണ്ട്
അല്ല മൂക്ക് തോന്നുന്നുണ്ടോ ഇതിനെല്ലാം കാരണക്കാരി അലീന ചേച്ചിയാണെന്ന്? ഏയ്, ആ അലീന ചേച്ചിയൊന്നും അല്ല, എനിക്കറിയാം. പക്ഷേ പക്ഷേ എന്തോ എന്തോ അലീന ചേച്ചി, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. രോഹിത്തേട്ടന്റെ കാര്യം ഓർത്തിട്ട്. എന്റെ രോഹിത്തേട്ടൻ അവിടെ പോയി പോലീസുകാരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുക. അല്ല പിന്നെ തല്ലുകൊള്ളണ്ടേ? അവൻ ചെയ്തു വെച്ചത് അതൊക്കെയല്ലേ മോളെ? തല്ലുകൊള്ളണം, തല്ലുകൊണ്ടാലേ പഠിക്കത്തുള്ളൂ. ജയിലിൽ കിടക്കട്ടെ, 30 ദിവസമെങ്കിൽ 30 ദിവസം, ചിലപ്പോൾ ജയിലിൽ കിടക്കാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. ആ 30 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ പഠിക്കുന്നത് പഠിക്കട്ടെ. അവരോട് പലതവണ നമ്മൾ പറഞ്ഞതല്ലേ ആ ഹരിയുടെ കൂടെ കൂട്ടുകൂടാൻ പോകരുതെന്ന്. അതെ, 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 എനിക്കറിയാം. ഹരിയേട്ടൻ കാരണം തന്നെ ഇതൊക്കെ സംഭവിച്ചത്. ആ ഹരിയേട്ടൻ ഒറ്റൊരുത്തൻ കാരണമാ എന്റെ രോഹിത്തേട്ടൻ വഴിപഴിച്ചു പോയത്. പിന്നെ ഹരീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കൂട്ടുകെട്ടിലേക്ക് പോകാൻ വേണ്ടി ആരും പ്രേരിപ്പിച്ചില്ലല്ലോ. സ്വന്തമായിട്ടല്ലേ രോഹിത് പോയത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം മോളെ, അനുഭവിക്കണം. അതിനുള്ളത് അനുഭവിച്ചാൽ മാത്രമേ അവര് തെറ്റ് തിരുത്തുകയുള്ളൂ. അതുകൊണ്ട് മോൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ എനിക്ക് അച്ഛനെ ഓർത്തിട്ടാ ചേച്ചി വിഷമം. പാവം അച്ഛൻ എന്തൊക്കെ സഹിക്കണം, എന്തൊക്കെ അച്ഛൻ സഹിക്കുന്നുണ്ട്. അമ്മയുടെ അവസ്ഥ അത് ഓർത്തിട്ട് സങ്കടമുണ്ട്. അമ്മയുടെ ഈ ഒരു അവസ്ഥയിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മയുടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അതുകൊണ്ട് അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ലായിരുന്നു. അതിനുള്ള ശിക്ഷയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അമ്മയ്ക്ക് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയമായിക്കോട്ടെ, പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിലുണ്ടല്ലോ ഭയങ്കരമായിട്ടും യുദ്ധം നടക്കുകയാണ്. നാട്ടുകാരൊക്കെ തടിച്ചുകൂടി. നാട്ടുകാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കല്ലെറിയുന്നു, ചീമൊട്ട എറിയുന്നു. അവന്മാരെ ഇങ്ങോട്ട് വിട്ടുതാ സാറുമാരെ, ഞങ്ങൾ അവന്മാരെ ശരിയാക്കിക്കോളാം, അവന്മാർക്കുള്ളത് ഞങ്ങൾ വയറ് നിറച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടും ജനങ്ങള് തടിച്ചുകൂടിയിരിക്കുകയാണ്. അതുപോലെ പ്രക്ഷോഭം ഉണ്ടാക്കുകയാണ് ജനങ്ങള്. ഈ സമയത്ത് പോലീസുകാരെല്ലാവരും കൂടെ കുറച്ച് റൂട്ട് മാപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവന്മാരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് സേഫ് ആയിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ CI പറയുന്നുണ്ട്, വളരെ ശ്രദ്ധാപൂർവം വേണം ഇവന്മാരെ നമുക്ക് വെളിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ, അറിയാലോ. ദേ നമ്മുടെ കഴുകന്മാർ കൊത്തിപ്പറിക്കുന്നത് പോലെ കൊത്തിപ്പറിക്കും. പിന്നെ ഇവന്മാരുടെ ബാക്കി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് നല്ല പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്ര പോലീസുമാരെ ക്യാമ്പിലുള്ളവരെയൊക്കെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അവന്മാര് ജയിലിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കുക. അവന്മാർക്ക് ഇന്ന് വെച്ചിട്ടുണ്ട്. അവന്മാര് ജയിലിൽ പോകട്ടെ. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞല്ലോ, ഇനി അവിടെയാടാ നിങ്ങളുടെ ട്രീറ്റ്. അവിടെ കിടപ്പുണ്ടതാ കുറെ എണ്ണങ്ങൾ തിന്നു കൊടുത്ത്. അവന്മാരുടെ കൈയും കൊണ്ട് ചാകാതെ നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ഇവന്മാരെ വെളിയിൽ ഇറക്കുമ്പോഴത്തേക്കും നമ്മുടെ രോഹിത് ഇറങ്ങി വരുന്നില്ല കേട്ടോ. ശേഷം ഞാൻ ഇന്നലെ പ്രമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞു കുളവാക്കണില്ല കേട്ടോ. അപ്പം വരുന്നില്ല. വരാത്തത് കൊണ്ട് തന്നെ വലിച്ചിറക്കാണ്. വലിച്ചിറക്കിയപ്പോഴത്തേക്ക് രോഹിത്, അയ്യോ സാറേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അലമുറയിട്ട് പറയുന്നുണ്ട്. തെറ്റ് ചെയ്യാത്തവരാണോടാ നീ? തെറ്റ് ചെയ്തില്ല പോലും മിണ്ടിപ്പോകരുത്. നീയൊക്കെ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാടാ തെറ്റ് ചെയ്തിരിക്കുന്നത്? ജനങ്ങളുടെ മുമ്പിൽ നിന്നെയൊക്കെ ഇട്ടുകൊടുത്താലുണ്ടല്ലോ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജീവനോടെ തിരിച്ചു കിട്ടത്തില്ല. കഴുകന്മാരെ പോലെ കുത്തി പുറക്കൂടെ നിങ്ങളെ. മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നുണ്ടോ? തെമ്മാടിത്തരം കാണിച്ചൊരു പെണ്ണിട്ട് ജീവിതം നശിപ്പിച്ചിട്ട് അവനിപ്പോ പുറത്തിറങ്ങാൻ നാണക്കേടത്രേ. ഡ്രസ്സിൽ പോട്ടെ, എല്ലാം ഡ്രസ്സ് എടുത്തിട്ടോ. ഇമ്മയത്തെ ചതയും കുറിയും പാണ്ടുവന്നും ഇനിയിപ്പൊ കോടതിയിൽ ആരും കാണാൻ പോകണ്ട. ഞങ്ങൾ പറഞ്ഞല്ലോ, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നില്ലെങ്കിലേ പിന്നെയും ദേഹത്ത് പാട് വീഴും. പാട് വീഴാതെ ചതയ്ക്കാനും പോലീസുകാർക്ക് അറിയാന്ന് നിങ്ങൾക്കറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരെ അകത്ത് നിന്ന് വലിച്ചെടുത്തോണ്ട് വരികയാണ്. ദൈവമേ, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് മുഴുവനും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുക. അവന്മാരെ വിട്ടുതാ സാറേ, ഞങ്ങൾ അവന്മാരെ കൊന്നോളാം. ഇവന്മാരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തല്ല ചെയ്യേണ്ടത്. ഇവന്മാരെ ജയിലിൽ കൊണ്ടുപോയി തീറ്റി പോറ്റാനാണെങ്കിൽ വേണ്ട സാറുമാരെ, അവന്മാരെ ഞങ്ങൾക്ക് വിട്ടതാ. ഒരു പാവം പെങ്കൊച്ചിന്റെ ജീവിതം തകർത്തിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാരങ്ങ് കയറി ചെന്നപ്പോ പോലീസ് ലാത്തിയൊക്കെ ആയിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ജനങ്ങളും പോലീസുകാരും തന്നെ ഒരു വലിയൊരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഭയങ്കര അടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിക്കിട്ടും രോഹിത്തിനിട്ടും മറ്റു കൂട്ടുകാരന്മാർക്കിട്ടും ഒക്കെ ചെറിയ കല്ലേറൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവന്മാരെ എങ്ങനെയൊക്കെയോ കുറച്ച് എസ്കോട്ടൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ വണ്ടിക്കകത്ത് കയറ്റി പോലീസ് എസ്കോട്ടുള്ള വണ്ടിക്കകത്താണ് കയറ്റുന്നത്. അങ്ങനെ വണ്ടിക്കകത്ത് കയറ്റി ഇവന്മാരെ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രോഹിത് ജനങ്ങളെയൊക്കെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഒരു ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് രോഹിത് ഉള്ളത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടും ചെയ്യാത്ത തെറ്റിന് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വേദന തെറ്റ് ചെയ്യാത്തവർക്കത് ഒരു മനസ്സിലാവത്തുള്ളൂ. ആ ഒരു തെറ്റ് ചെയ്യാതെ താൻ അനുഭവിക്കേണ്ടി വരികയാണല്ലോ എന്ന് ഓർത്തിട്ട് ചങ്കുപൊട്ടി തന്നെയാണ് നമ്മുടെ രോഹിത് അവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഡിസ്ചാർജ് കിട്ടണം. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടർ വരുമ്പോ, ഡോക്ടർ ഞാന് പൊക്കോട്ടെ, എനിക്ക് ഇപ്പൊ
അസുഖമൊന്നും ഇല്ലല്ലോ സാറേ, ഇനി ഒരു പരിധി കൂടുതൽ ഇവിടെ എങ്ങനെയാ കിടക്കുന്നത് അറിയാലോ, എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ സാറിന് അറിയാലോ എന്ന് പറയുമ്പം, എടോ തനിക്ക് കണ്ടീഷൻ ഇതുവരെ ശരിയായിട്ടില്ലടോ, താനിപ്പോ പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഈ ഒരു അവസ്ഥയിൽ താൻ പോയിട്ടുണ്ട്, തനിക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാവുകയുള്ളൂ. എങ്കിലും പോണം സാറേ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അറിയാലോ, എന്റെ എന്റെ മകൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. അതൊക്കെ ശരിയാണ്, എങ്കിലും പേഷ്യന്റ് ഞങ്ങൾക്ക് എന്നും പേഷ്യന്റ് തന്നെയാണ്, അതുകൊണ്ടാ പറഞ്ഞത്. ഇല്ല സാറേ, പോയേ പറ്റൂ. എനിക്ക് ഇവിടെ കിടന്നാൽ മാത്രമേ ഈ അസുഖത്തിന് ഒരു ഒരു ഇത് കിട്ടാതെ ഇരിക്കുള്ളൂ. എനിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നമില്ല. എൻ്റെ 3 പെമ്മക്കള് വീട്ടിൽ ഒറ്റയ്ക്കാണ് സാറേ. അറിയാലോ, ഈ ഒരു അവസ്ഥയിൽ അവരവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത് പ്രശ്നമാണ് സാറേ. പ്ലീസ് സാറേ, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ കാല് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രന് അവിടുന്ന് പോയേ പറ്റൂ. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ അലീനയ്ക്ക് കുറച്ച് പ്രഷർ വരുന്നുണ്ട്. അതായത് അലീനയ്ക്ക് പ്രഷറും ഷുഗറും ഒന്നല്ല കേട്ടോ. പ്രഷർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അലീനയോട് ഈ പറയുന്ന രാജീവനും നമ്മുടെ ശിവനും ഒക്കെ ചേർന്ന് സംസാരിക്കുന്നുണ്ട്. എന്ത് സംസാരിക്കുന്നുണ്ട്? എങ്ങനെയെങ്കിലും നമ്മുടെ അലീനെ ഒന്ന് രക്ഷിക്കണം. അലീനയല്ല, രോഹിത്തിനെയും ഹരീനെയും ഒന്ന് രക്ഷിക്കണം. അതിന് നിന്റെ സഹായം ആവശ്യമാണ്. ആ ഡിവൈഎസ്പിയോട് നീ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന്. എവിടെന്ന്? അലീന രോക്ഷോകുലിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ദേ, ആ പെണ്ണ് കേസിൽ ഞാൻ അവന്മാരെ ഊരിയെടുക്കണം എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല, അതിനെനിക്ക് പറ്റത്തില്ല. കാരണം എന്നെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ എന്നെ തന്നെ അവളിൽ ഞാൻ കാണുന്നത്. അവൾക്കുണ്ടായ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങളൊക്കെ മനുഷ്യരല്ലേ, ജീവനുള്ള മനുഷ്യര്. ആ പെൺകുട്ടി അനുഭവിച്ച വേദന, ആ പെൺകുട്ടി അറിയാതെ ആ പെൺകുട്ടിയെ അവന്മാർ ചെയ്ത ക്രൂരത നിങ്ങളുടെ സ്വന്തം മക്കളൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പെൺമക്കൾക്കായി ഇത് വന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. പിന്നെ ഈ ഡിവൈഎസ്പി ഞാൻ പറയുന്നത് കേട്ടിട്ട് നിൽക്കാനിരിക്കുന്ന ഒരു മരമണ്ടനൊന്നുമല്ല. ആ DSP എന്നെ രക്ഷിച്ചിട്ടാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പോലീസുകാരന്മാർ എന്നെ അവിടെ പിടിച്ചിരുത്തിയത്. എന്തിനായിരുന്നു? അവന്മാർ അവിടെ എന്നെ പിടിച്ചിരുത്തിയത്? അതിന്റെ ഒന്നും ആവശ്യം അവർക്കില്ലായിരുന്നു. അവര് നീതി നടപ്പിലാക്കാനല്ല, അവര് നീതി നടപ്പിലാക്കാനാ അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ DYSP ഒരിക്കലും എന്നെ പുറത്തുവിടത്തില്ലായിരുന്നു, കൂട്ടു നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ തെറ്റുകാരി അല്ല എന്നറിഞ്ഞതുകൊണ്ടാണ് DYSP എന്നെ പുറത്തിറക്കാൻ സഹായിച്ചത്, അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല. എന്റെ പൊന്ന് സാറുമാരെ, ഈ ചീഞ്ഞ കേസിൽ എന്തിനാ നിങ്ങൾ പോയി ഇടപെടുന്നത്? സ്വന്തം മക്കൾ കുറച്ചുനാൾ ജയിലിൽ കിടന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത്? നാട്ടുകാർക്കും നാട്ടിലെ പെണ്ണുങ്ങൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റിയില്ലെങ്കിൽ അവന്മാർക്ക് ജയിലിൽ പോയി കിടക്കട്ടെ. ഇതിന് എന്നെ കൂട്ടുപിടിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇനിയിപ്പം നമ്മുടെ വൈജയും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വൈജയ്ക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. വൈജ കിടക്കുമ്പോൾ പുറത്തുള്ളവരൊക്കെ വന്നിട്ട് ദേ ആ വിലാട് സംഘവീരന്റെ അമ്മ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വൈജയുടെ ആ ഒരു മാനസികാവസ്ഥയും നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം പ്രശ്നം നമ്മുടെ വൈജയും ആ ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. ടിവിയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇവരുടെ ന്യൂസുകൾ ഇങ്ങനെ മാറി മാറി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാർ തന്നെ ഓരോ കുത്തുവാക്കുകൾ പറയുമ്പോൾ അത് കേട്ട് ചങ്ക് പൊട്ടാണ്. എങ്കിലും അഹങ്കാരത്തിന് തെല്ലും കുറവില്ല കേട്ടോ, ഒരു കുറവുമില്ല അഹങ്കാരത്തിന്. അലീന തന്നെയാണ് ഇപ്പോഴും എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് താൻ പിടിച്ച മുയലിന് 100 കൊമ്പാന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് ഫുൾ വിശേഷം ഇന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഫുൾ വിശേഷം ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പം നമ്മുടെ രോഹിത്തിനെ രക്ഷിക്കാൻ പോകുന്ന കുറച്ച് സീനുകളൊക്കെയാണ് നമുക്ക് ഇനിയിപ്പം കാണാനുള്ളത്. രോഹിത്ത് നിരപരാധിയാണല്ലോ, അത് നമ്മുടെ അലീന മനസ്സിലാക്കുകയാണ്. അലീനയും അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രനും ഒക്കെ മനസ്സിലാക്കുകയാണ്. അലീന തന്നെ മുന്നിട്ട് ഇറങ്ങുകയാണ് എല്ലാത്തിനും. ഡിവൈഎസ്പിനെ ഒക്കെ പോയി കാണുന്ന ഒരു സീനൊക്കെ ഞാൻ അപ്കമിങ് വിശേഷത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കിടെ ഇതിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്കമിങ് വിശേഷങ്ങൾ. നമ്മൾ അപ്കമിങ് വിശേഷങ്ങളും ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ അപ്കമിങ് വിശേഷമായിട്ട് വരുമായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാര് നമ്മുടെ പ്രതികളെ കൂട്ടി കോടതി പോകുന്നതും അവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പിന്നെ രക്ഷിക്കാൻ വേണ്ടി ശിവനും രാജീവനും എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുകയാണ്, കരഞ്ഞ് കാല് പിടിച്ചിട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കണം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.